നമസ്കാരം. 1951 ജൂൺ മാസം 2-ാം തീയതി. അന്നത്തെ ആ തണുത്ത പ്രഭാതത്തിന് പതിവിലേറെ മഴയുടെ കുളിരുണ്ടായിരുന്നു. ആ ദിവസമാണ് പൈലി റോസമ്മ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നത്. ഇന്ന് ഇടുക്കി ഡാം ഇരിക്കുന്ന സ്ഥലം അന്ന് വൈരമണി എന്നൊരു ഗ്രാമപ്രദേശമായിരുന്നു. അണക്കെട്ട് പണിതപ്പോൾ ആ വൈരമണി എന്ന ഗ്രാമമെല്ലാം മൂടിപ്പോയി. ഒരു ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിന് ജന്മം നൽകുക എന്നത് നടപ്പിലാകുന്ന കാര്യമേ അല്ലായിരുന്നു. കാരണം ആശുപത്രി സൗകര്യങ്ങൾ വളരെ കുറവ്, കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ അതിലും കുറവ്, കൂടാതെ ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള അജ്ഞതയും. ആ സമയങ്ങളിലൊക്കെ അക്കാലത്ത് എല്ലാ വീടുകളിലും തന്നെ വയറ്റാട്ടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു പ്രസവം എടുത്തിരുന്നത്. ഇതുപോലെ തന്നെ ആ പെൺകുഞ്ഞിൻ്റെയും ഒരു വയറ്റാട്ടിയാണ് പ്രസവം എടുത്തത്. കുഞ്ഞ് ആരോഗ്യവതി, യാതൊരു കുഴപ്പവുമില്ല, സുന്ദരിയായ ഒരു പെൺകുട്ടി. പൈലിച്ചേട്ടൻ്റെയും റോസമ്മച്ചിയുടെയും രണ്ടാമത്തെ മകളായിരുന്നു ആ പെൺകുഞ്ഞ്. കാലം മുന്നോട്ട് കടന്നുപോയി. ഓടിയും ചാടിയും കളിച്ചും ആ പെൺകുട്ടി വളർന്നു വന്നു. അങ്ങനെ നിലത്തെഴുത്ത് പഠിക്കാറായി. നിലത്തെഴുത്ത് പഠിക്കാനായി ഇന്നത്തെ പോലെ അംഗൻവാടിയോ LKGയോ UKG സൗകര്യങ്ങളോ ഒന്നുമല്ലായിരുന്നു അന്ന്. കളരിയിൽ ആശാൻ്റെ അടുത്ത് എഴുത്ത് പഠിപ്പിക്കാൻ വിട്ടു. പിന്നീട് 1-ാം ക്ലാസ്സിൽ ചേർത്തു. ഈ കാലയളവിൽ ആ പെൺകുഞ്ഞിന് ഇളയതായി വേറെയും കുഞ്ഞുങ്ങൾ ജനിച്ചു. അങ്ങനെ ആ പെൺകുട്ടിക്ക് ഇളയതായി 5 കുട്ടികൾ കൂടി ജനിച്ചു. പോകെ പോകെ ആ കുട്ടികളുടെ ഉത്തരവാദിത്വം ഈ പെൺകുട്ടിയുടെ തലയിലായി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, റോസമ്മച്ചിക്ക് ഇളയ കുഞ്ഞുങ്ങളെ നോക്കണം. അപ്പോൾ തൊട്ട് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും സ്കൂളിൽ കൊണ്ടുപോകുന്നതുമെല്ലാം. ആ കുഞ്ഞിന് സ്കൂളിൽ ചേർക്കാൻ നേരം അവരൊരു പേരിട്ടു, ഏലിയാമ്മ. എല്ലാ കുട്ടികളെയും പോലെ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവളും കൂട്ടുകാരോട് കൂടെ ആർത്തുല്ലസിച്ചു പോയി. പോകുന്ന വഴിയിൽ മാങ്ങ പെറുക്കുക, ചാമ്പങ്ങ പെറുക്കുക, നെല്ലിക്ക പെറുക്കുക, മറ്റു കുസൃതികൾ ഒപ്പിക്കുക എന്നിവയൊക്കെ അവരുടെ ശീലങ്ങളായിരുന്നു. അങ്ങനെ സ്കൂൾ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ആസ്വദിച്ചുകൊണ്ട് കാലം മുന്നോട്ട് പോയി. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏലിയാമ്മ എന്ന ഈ പെൺകുട്ടിക്ക് സ്കൂളിൽ പോകുന്നതിനോടൊപ്പം തന്നെ വീട്ടിലും ഇഷ്ടംപോലെ പണികളുണ്ടായിരുന്നു. ആ കൊച്ചു പ്രായത്തിലും അവൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയതിന് ശേഷമാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ തൊട്ടിളയ കുഞ്ഞുങ്ങളുടെ കാര്യം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒരുക്കുന്നതുമെല്ലാം അവളായിരുന്നു. കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് നല്ല ജോലിയുണ്ട്. അവർ നന്നായി അധ്വാനിക്കും, പറമ്പിൽ അധ്വാനിക്കും. രാവിലെ മുതൽ പറമ്പിലേക്ക് ഇറങ്ങും, അധ്വാനിച്ച് ഇത്രയും പേർക്ക് വയറ് കഴിഞ്ഞ് വിശപ്പ് മാറണ്ടേ. മാതാപിതാക്കൾ രാവിലെ മുതൽ പകലന്തിയോളം അധ്വാനിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അവർക്ക് മടുപ്പുണ്ട്. ആ സമയത്ത് മൂത്ത കുട്ടിയായ ഇവളായിരിക്കും ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പണിയെടുത്ത് മടുത്തു വരുന്ന മാതാപിതാക്കൾക്ക് എന്നാലും വളരെ സന്തോഷത്തോടെ കുടിക്കാനുമായിട്ട് ചെല്ലും. അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കും. ഇതെല്ലാം അവളുടെ കടമയായി ആ ചെറുപ്രായത്തിൽ തന്നെ അവൾ ചെയ്തു പോന്നു. ഞാനിപ്പോൾ പങ്കുവച്ച ഈ കാര്യങ്ങൾ ഒരു കഥയല്ല, ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സഹനത്തിലൂടെ മാത്രം ജീവിച്ച ഒരു പെൺകുട്ടി. ഈ അടുത്ത നാളിലാണ് ആ അമ്മച്ചി തൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കി ഈ ലോക ജീവിതത്തിൽ നിന്നും ദൈവത്തിൻ്റെ പക്കലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ സഹനത്തിൻ്റെ ഒരമ്മച്ചി, സഹന വഴിയെ മാത്രം നടന്നു നീങ്ങിയ ഒരമ്മച്ചി. ഈ ജീവിതകഥയിലെ ബാക്കി ഭാഗങ്ങൾ വരും വീഡിയോകളിൽ ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.